ആദ്യമായിട്ട് തന്നെ ഈ തൃശ്ശൂർ ടൈറ്റൻസിലേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ തവണ തന്നെ ഈ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ടീം മാനേജ്മെൻറ്റിനോട് ആദ്യം നന്ദി പറയുകയാണ്. ഈ പ്രാവശ്യത്തെ ടീം നോക്കുമ്പോൾ നമുക്കൊരു യങ് സൈഡാണ്. അപ്പോൾ വളരെയധികം ഹോപ്പുണ്ട് നമുക്ക് ഈ വർഷം ചാമ്പ്യൻസ് ആകാം എന്നുള്ളത്. തീർച്ചയായിട്ടും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്റ്സ്മാൻമാർ തന്നെയാണ്. തുടക്കത്തിൽ നമുക്ക് നല്ല കുറച്ച് എക്സ്പ്ലോസീവായിട്ടുള്ള കുറച്ച് ബാറ്റ്സ്മാൻമാരുണ്ട്. അപ്പോൾ ബാറ്റിംഗ് തന്നെയാണ് നമ്മുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ക്യാപ്റ്റൻസിയിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് MS ധോണി ആ ഒരു ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഗാംഗുലി ഇഷ്ടമായിരുന്നു ക്യാപ്റ്റൻസി. അപ്പോൾ ഈ രണ്ടുപേരുമാണ് എനിക്ക് കൂടുതലും ആ ഒരു റോൾ മോഡൽ അതുപോലെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്ക് ഈ ടീമിൽ ഞാൻ ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഫീൽഡിലും ഈ പറയുന്ന പോലെ 3 ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് ഒരുപോലെ പ്രകടനം കാഴ്ചവെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിലും എനിക്കും അത് ബെനിഫിറ്റാണ്, അതുപോലെ തന്നെ ടീമിന് വളരെ യൂസ്ഫുള്ളാണ്. ഒരു ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരൊറ്റ മാച്ച് മതി ഈ പറയുന്ന പോലെ നമ്മുടെ കരിയർ ചേഞ്ച് ചെയ്യാനായിട്ട്. അതുപോലെ ഇങ്ങനെയുള്ള ലീഗുകൾ IPL ഫ്രാഞ്ചൈസികളും കാര്യങ്ങളും നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, അവർ വരുന്നുണ്ട്, ടാലൻറ്റ് ഹണ്ട് അങ്ങനെയുള്ള പോലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരൊറ്റ മാച്ച് കൊണ്ട് ചിലപ്പോൾ ഒരാളുടെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്ലെയേഴ്സിന് എല്ലാവർക്കും ഈ KCL സംഘടിപ്പിക്കുന്ന മൂലം കൊടുക്കുന്നത്. ഒരു 20 പേരുടെ ടീം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു 11 ഇടാനായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ അത് വെൽ പ്ലാൻഡായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 12 to 13 പ്ലെയേഴ്സിനെ നമ്മൾ ഓൾറെഡി മനസ്സിലുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു 11 നമ്മൾ എന്തായാലും എടുക്കും. അപ്പോൾ ഈ 20 പേരിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും ഒരു 11 ഇടാൻ. പക്ഷേ ബാക്കി ഇപ്പോൾ പറയുന്ന പോലെ പ്ലെയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഓക്കെ ആണ്. ബോളിംഗ് കോമ്പിനേഷൻ നമുക്ക് ഒരുപാടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് 2 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ കോമ്പിനേഷൻസ് എല്ലാം നമുക്ക് കയ്യിലുണ്ട്. ലെഗ് സ്പിന്നർ, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ, ഫാസ്റ്റ് ബോളർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഒരാൾക്ക് ബാക്കപ്പ് പോലെ തന്നെ വേറൊരു ബോളർ നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആരെ വേണമെങ്കിലും മാറ്റി യൂസ് ചെയ്യാനുള്ളൊരു ചാൻസസും ഉണ്ട് അവിടെ. നമ്മളും ഈ പറയുന്ന പോലെ നാട്ടിൻപുറത്ത് ക്രിക്കറ്റ് കളിച്ച് വളർന്നതാണ്. പിന്നെ ഒരു 15 വയസ്സുള്ള സമയത്താണ് വെക്കേഷൻ ടൈമിൽ ഇതുപോലെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിൽ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുതലേ ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഏത് മാച്ചസ് വന്നു കഴിഞ്ഞാലും കാണുക. അപ്പോൾ ഭയങ്കര ഒരു പാഷനായിരുന്നു ക്രിക്കറ്റ്. അപ്പോൾ അത് ഒരു 15 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചി, വൈഫ് എല്ലാവരും സപ്പോർട്ടീവാണ്. ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്കെപ്പോഴും ടെണ്ടുൽക്കറാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു പ്ലെയർ ടെണ്ടുൽക്കറാണ്. പിന്നെ ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ ടീമിലാണ് യുവരാജ് സിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കേരള ക്രിക്കറ്റ് ഈ തരുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളിപ്പോൾ നമുക്ക് ഈ ലേറ്റ് സ്റ്റേജിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കുറേ ലീഗും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള യങ് ജനറേഷന് ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറയുന്ന പോലെ നല്ലൊരു ടൂർണമെൻറ്റ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും ഉയരത്തിലെത്താം. ഫ്യൂച്ചർ ഇന്ത്യ കാര്യങ്ങൾ അതുപോലെ തന്നെ IPL ഉണ്ട്. അപ്പോൾ എല്ലാ ഒരു പ്ലാറ്റ്ഫോമിലേക്കും എത്താൻ പറ്റുന്നൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന പോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുക്കുന്നത്.